നെയ്യാറ്റിൻകര മലഞ്ചാണി മലയിലെ കടവാക്കുഴി മലയിൽ മരം മുറിക്കാനെത്തിയ കരാറുകാരെ നാട്ടുകാരായ സ്ത്രീകൾ ഉപരോധിച്ചു. നെയ്യാറ്റിൻകര മലഞ്ചാണി മലയിലെ കടുവാക്കുഴി മലയിൽ മരം മുറിക്കാനെത്തിയ കരാറുകാരെ നാട്ടുകാരായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഉപരോധം മറികടന്ന മരം മുറിക്കൽ നടത്തുന്നതിനിടയിൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ആത്മഹത്യാശ്രമം നെയ്യാറ്റിൻകര പോലീസ് തടഞ്ഞ സ്ഥലത്തോ സംഘർഷം. ഇന്ന് രാവിലെ 11 മണിയോടെ നഗരസഭയ്ക്ക് സ്ഥലം കൈമാറിയ ദല്ലാളന്മാരുടെ നേതൃത്വത്തിലാണ് മരം മുറിപ്പുകാരെത്തിയത്. മലഞ്ചാണി കടുവാക്കുഴി മലയിൽ ഗ്യാസ് ക്രിമിറ്റോറിയവും മാലിന്യ നിക്ഷേപവും അനുവദിക്കില്ലെന്ന മലഞ്ചാണി സമരസമിതി. പദ്ധതി പ്രദേശത്തുള്ള മരം വെട്ടുവാൻ കരാറുകാർ എത്തിയതോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തടസ്സം സൃഷ്ടിക്കലും ആത്മഹത്യാശ്രമവും നടന്നു. സമരക്കാരായ സ്ത്രീകൾ പെട്രോൾ നിറച്ച കന്നാസ് കൈകളിലേന്തി ആത്മഹത്യാശ്രമം നടത്തി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന നെയ്യാറ്റിൻകര പോലീസ് അത് തടഞ്ഞു. SI സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. സുരേന്ദ്രൻ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കന്നാസ് പിടിച്ചു വാങ്ങുകയായിരുന്നു. മരം മുറിക്കാനെത്തിയവർ സമരക്കാരായ സ്ത്രീകളെ പിടിച്ചു തള്ളിയതായും പരാതിയുണ്ട്. വരും ദിവസങ്ങളിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വൻ സംഘം നഗരസഭയുടെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും ചവർ സംസ്കരണ പ്ലാന്റും തടയുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. മരണം വരെ പോരാടുമെന്നും നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഗ്യാസ് ക്രിമിറ്റോറിയമോ ചവർ സംസ്കരണ പ്ലാന്റോ അനുവദിക്കില്ലെന്നും സമരക്കാർ പറയുന്നു. വസ്തുവിന് വൻ വില കൊടുത്താണ് ഇവരിവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ആവശ്യം എന്ത്? അത് തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഒട്ടും വിലയില്ലാത്ത വസ്തുവാണെങ്കിൽ കേട്ടോ അന്വേഷിച്ച് അറിയാൻ പറ്റും. വസ്തു ഒരു വിലയില്ലാത്ത വസ്തുവിനാണ് വില കൂട്ടി ഇവർ വഞ്ചിക്കുന്നത്. വിജിലൻസ് കേസ് കൊടുത്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. വിജിലൻസിന് പരാതി കൊടുത്തതേ ഉള്ളൂ. ആ പരാതി കൊടുത്ത സ്ഥലത്ത് കയറി ചെയ്യുകയും ചെയ്ത് പോലീസുകാർ അവർക്ക് സപ്പോർട്ട് നിന്ന് നമ്മൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും എല്ലാം ചെയ്തിട്ടാണ് വല്ലവിധനും പോലീസ് പോയത്. അതൊരു പോലീസ് വരെ സപ്പോർട്ട് നിന്നാണ് ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചത്. ഏരിയയിൽ മറുവശം റോഡ് ഇതുവരെയും കൊണ്ടു ചെന്നെത്തിച്ചിട്ടില്ല. ഞങ്ങളടുത്ത് വോട്ടിന് മുമ്പ് വരുമ്പോഴൊക്കെയും പറയണത് വർഷകാലം കൊണ്ട് നിങ്ങൾക്ക് റോഡ് മറുവശം കൊണ്ട് പൊപ്പിച്ചു തരാമെന്ന് പറയും. പോളിടെക്നിക്കിൻ്റെ ഇപ്പുറത്തുനിന്ന് നടന്നു വരാനായിട്ട് ഒരു കാൽപാത നടന്നു വരാനായിട്ടുള്ള വഴി സൗകര്യം പോലും ഇല്ല. ആ ഏരിയ കണക്കാക്കി ഇവരിനി ബോഡി കൊണ്ടുവരുമ്പോൾ ആറ്റുവെള്ളം ഏറുന്ന സമയത്തിന് എവിടെ കൂടെ കൊണ്ടുവരും ഇവരേത് പ്രദേശത്തുകൂടി ഈ ബോഡി ഇവിടെ കൊണ്ടുവന്ന് കരിക്കാനായിട്ട് കൊണ്ടുവരും. അങ്ങനെ അത്രയും അധംപതിച്ച ഒരു പ്രദേശത്തുകൂടിയാണ് ഈ സംരംഭത്തിന് ഇത്രയും അവർ വരണത്. അഴിമതി തന്നെയാണ് നടക്കുന്നത്. അല്ല എങ്കിൽ ഇവർ ഈ എന്തുകൊണ്ട് ഈ മലയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നു? എത്രയോ സ്ഥലങ്ങൾ അവർ മുനിസിപ്പാലിറ്റിക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുത്തനെ ഇതെല്ലാം നടക്കുന്നത് ഈ കുത്തനെ ഈ ഇറക്കം വാക്കാണ്. ഇവിടേക്ക് ഇടിച്ച് നിരപ്പാക്കി ഈ മനുഷ്യർ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം സമാധാനം പറയുന്നു. ഈ ഇറക്കം വാക്കില് വർഷങ്ങളിൽ 2 തവണയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പതിവുണ്ട്. നമ്മള് വെള്ളത്തിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നത്. നെയ്യാറ്റിൻകര ജയിലിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് സ്ഥലം ഏറ്റെടുത്തത്. ഇപ്പോൾ ഈ ബിൽഡിംഗും സ്ഥലവും ചവർ സംസ്കരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നാളിതുവരെ കുടിവെള്ളമോ ഗതാഗത യോഗ്യമായ ഒരു റോഡോ എത്തിക്കാത്ത നഗരസഭ മഴക്കാലത്ത് നെയ്യാറിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്ട് പോകുന്ന ഈ സ്ഥലത്തിലൂടെ എങ്ങനെ ആംബുലൻസ് വാഹനങ്ങളും കൊണ്ടുവരുമെന്നും ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ എന്നും നാട്ടുകാർ ചോദിക്കുന്നു. നെയ്യാറ്റിൻകര മലഞ്ചാണി കടുവാക്കുഴി മല സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന പ്രദേശവും ഉരുണ്ട പാറകളാൽ ചുറ്റപ്പെട്ട സ്ഥലവുമാണ്. നഗരസഭ ഏറ്റെടുത്ത് 1.5 ഏക്കർ സ്ഥലം മലമുകളിൽ നിന്ന് നികത്തുന്നതോടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുമെന്നും വലിയ മഴയിൽ മണ്ണൊലിപ്പും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നും സമരസമിതി ആരോപിക്കുന്നു. ചെങ്കുത്തായ മലയ്ക്ക് മുകളിലാണ് കടുവാക്കുഴി. പരിസ്ഥിതി ലോല പ്രദേശത്തു നിന്ന് ഗ്യാസ് ക്രിമിറ്റോറിയവും ചവർ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ശ്രമം നഗരസഭ ഉപേക്ഷിക്കണമെന്നും നഗരസഭ നഗരപ്രദേശത്ത് സർക്കാർ വക പൊതുശ്മശാനം ഉണ്ടായിരിക്കെ ഗ്രാമത്തും വ്ളാങ്ങാമുറിയിലുമുള്ള സ്ഥലങ്ങൾ ഇതിനായി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂവെന്നും സമരക്കാർ പറയുന്നു. നഗരസഭയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകര മലഞ്ചാണി മലയിലെ കടുവാക്കുഴിയിൽ 1000-ഓ 2000-ഓ വിലയുള്ള സ്ഥലം 50,000 രൂപയ്ക്ക് മുകളിൽ നഗരസഭ വാങ്ങിയതിൽ വലിയ അഴിമതി ഉണ്ടെന്നും ചെറിയ വിലയ്ക്ക് ദല്ലാളന്മാർ വാങ്ങിയ സ്ഥലം വലിയ വിലയ്ക്കാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ അഴിമതി ഉണ്ടെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച അന്വേഷണവും നടന്നു വരികയാണെന്നും സമരക്കാർ പറയുന്നു. ആത്മഹത്യാശ്രമം വന്നതിനെ തുടർന്ന് മരം മുറിക്കൽ അവസാനിപ്പിച്ച് കരാറുകാർ മടങ്ങി.